ഇന്ന് നമുക്ക് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ട് ഇതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചെറി വരച്ചാലോ. ഈ ചെറി വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ രണ്ട് കളേഴ്സാണ്, ഡാർക്ക് റെഡും നോർമൽ റെഡും. ആദ്യം തന്നെ നമ്മൾ ചെറിയുടെ റഫ് സ്കെച്ച് വരച്ചു കൊടുക്കണം. അത് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയായിരുന്നു. എനിക്ക് പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഇതേപോലെ കുറെ റെഫറൻസ് പിക്ക് കിട്ടും, അത് നോക്കി വരച്ചാലും മതി. ഞാനും പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് റെഫറൻസ് പിക്ക് എടുത്തിരിക്കുന്നത്. ആദ്യം ഈ ഓയിൽ പേസ്റ്റിലൊക്കെ ട്രൈ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു ഇത് വെച്ചിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള പിക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ വേറെ കുറെ ക്രിയേറ്റേഴ്സിന്റെ ഡ്രോയിങ് വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇത് വെച്ചിട്ട് റിയലിസ്റ്റിക് ഡ്രോയിങ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. സക്സസ് ആവോ ഇല്ലയെന്നൊന്നും അറിയില്ലായിരുന്നു, പക്ഷെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇതിൻ്റെ റെഫറൻസ് പിക്ക് മാത്രമേ കിട്ടിയുള്ളായിരുന്നു, ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് ഓയിൽ പേസ്റ്റിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എങ്ങനെ പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാനിതിൻ്റെ ഒരു ഊഹം വെച്ച് ചെയ്തതാണ്. ഇത് ഞാൻ വരച്ചപ്പോൾ ചുമ്മാ വീഡിയോ എടുത്ത് വെച്ചതാണ്, സക്സസ് ആയിലിടാലോ എന്ന് വെച്ചിട്ട്. സക്സസ് ആവുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് ഏകദേശം കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഈ ചെറി മാത്രമാണ് വരച്ചത്, ബാക്ക്ഗ്രൗണ്ട് വരച്ചില്ലായിരുന്നു. അപ്പോൾ എന്തോ ഒരു പോരായ്മ തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ടും കൂടി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും മറക്കണ്ട. ബൈ.